നെല്ല് സൂക്ഷിക്കാൻ പൊതുമേഖലയിൽ സംഭരണശാലകളോ കുത്തി അരിയാക്കാൻ റൈസ് മില്ലുകളോ കുട്ടനാട് പോലെയുള്ള പ്രധാന നെല്ലുൽപാദന കേന്ദ്രങ്ങളിൽ ഇല്ലാത്തതാണ് പലപ്പോഴും സ്വകാര്യ മില്ലുകൾക്ക് മുന്നിൽ കർഷകർക്കും സർക്കാരിനും അടിയറവ് പറയേണ്ടി വരുന്നത്. ഈ കാര്യങ്ങൾ മുഖവിലേക്കെടുത്താണ് തകഴി പഞ്ചായത്തിൽ 3 ഏക്കർ സ്ഥലത്ത് 26 വർഷങ്ങൾക്ക് മുൻപ് 6 കോടി ചെലവഴിച്ച് റൈസ് മിൽ ആരംഭിക്കുന്നത്. ഇന്നും സംഭരണത്തിന്റെ പേരിൽ കർഷകർ ചൂഷണങ്ങൾക്ക് വിധേയരാകുമ്പോൾ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. കുട്ടനാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് സ്വന്തമായി ഒരു സർക്കാർ മേഖലയിൽ ഒരു റൈസ് മില്ല് ഇല്ല എന്നുള്ളത്. അതായത് സ്വകാര്യ മില്ലുകളുടെ ധാർഷ്ട്യത്തിന് വിധേയരാകേണ്ടി വരുന്നത് തന്നെ സർക്കാർ മേഖലയിൽ അത്തരത്തിൽ മില്ലുകൾ ഇല്ലാത്തതാണ്. ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്ത് പണിത ഒരു റൈസ് മില്ലാണ് കുട്ടനാട്ടിൽ. അന്ന് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ മില്ലിന്റെ പ്രവർത്തനം. ഇതിനുവേണ്ടി പണം അനുവദിക്കുകയും ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പിന്നിൽ കാണുന്നത് ഒരുപക്ഷെ റൈസ് മില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, റൈസ് മില്ലിന്റെ ഒരു അസ്ഥിപഞ്ജരം പോലെ ഇതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ അന്ന് ഈ ഒരു കുട്ടനാട്ടിൽ ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു. അതിനൊക്കെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. സുശീല ഗോപാലിന്റെ കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും 2 തവണ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തോമസ് ചാണ്ടി MLA ആയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ റൈസ് മില്ലുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണത്തിന്റെ ഉദ്ഘാടനങ്ങളും അതിന്റെ പ്രവർത്തനവും ഒക്കെ ക്രമീകരിച്ചത്. അന്നത്തെ കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. അല്ലെ, പേരെങ്ങനെയാ? എൻ്റെ പേര് ER രാധാകൃഷ്ണപിള്ള. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം? ഇതിന്റെ ഒരു പൂർണ്ണമായി നല്ലൊരു അവസ്ഥയിൽ കണ്ട ഒരാളാണല്ലോ താങ്കൾ. ഇത് ആദ്യ പ്രവർത്തനങ്ങളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊക്കെ ഇടപെട്ടിരുന്ന ആളാണ്. നല്ല രീതിയിൽ ആദ്യം നല്ല പ്രവർത്തനം വന്നു. 2 കോടി രൂപയാണ് ആദ്യം അനുവദിച്ചിരുന്നത്. ഏതാണ്ട് അത്രയും തുക തന്നെ ഇവിടെ മുടക്കി മുഴുവൻ മെഷീനറികളും ഇവിടെ എത്തി. ഇതിനോട് എന്തൊക്കെ മെഷീനറീസ് ആയിരുന്നു അന്ന് ക്രമീകരിച്ചത്? ഒരു മോഡേൺ റൈസ് മില്ലിന് ആവശ്യമായ മുഴുവൻ മെഷീനറികളും അതിനകത്ത് ഉണ്ടാകാവുന്ന മെഷീനറികളാണ് സാധാരണ ഉള്ളത്. അതെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിടം പണി ആരംഭിച്ചു. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ മില്ലിൻ്റെ ഒരു ഗുണം, ഇതിനോട് തൊട്ടടുത്ത് സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൗണുണ്ട്. അപ്പം ഇവിടെ വലിയ കപ്പാസിറ്റി ഉണ്ട്, സംഭരണശേഷിയുണ്ട്. അറകൾ പോലും അതിനകത്തുണ്ട്, നെല്ല് നിറയ്ക്കാവുന്ന അറകൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുന്നത്. അത് പോരാഞ്ഞിട്ട് തൊട്ടടുത്ത് 2 കിലോമീറ്ററിനപ്പുറത്ത് പമ്പയാർ ഒഴുകുന്നുണ്ട്. ആവശ്യത്തിലധികം വെള്ളം ലഭിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ഇതിനെ തിരഞ്ഞെടുത്ത് ഇവിടെ തുടങ്ങിയത്. പറഞ്ഞിട്ട് കുട്ടനാടിൻ്റെ ഹൃദയഭാഗമാണ്. ഇത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുട്ടനാട്ടിന് ഇന്നത്തെ ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു. മുഴുവൻ നെല്ലും ഇവിടെ എടുത്ത് സ്റ്റോർ ചെയ്ത് അരിയാക്കി സർക്കാരിന് കൊടുക്കാൻ പറ്റിയേനെ. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അന്നും സ്വകാര്യ മില്ലുകളുടെ ഇടപെടൽ ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിലുണ്ടായിരുന്നു. അന്ന് കുട്ടനാട്ടിൽ 4-5 സ്വകാര്യ മില്ലുകളുണ്ടായിരുന്നു. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കുട്ടനാട്ടിൽ നിന്നവർക്ക് നെല്ല് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അവരതിന് ചെയ്ത കടുംകൈ, ഇത് ഇവിടുത്തെ ആറ്റിലെ വെള്ളം pH വാല്യൂ കൂടുതലുള്ളതാണ്, അത് മോഡേൺ റൈസ് മില്ലിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്, നല്ല അരി കിട്ടില്ല എന്നൊരു പ്രചരണം നടത്തി. അതിന് ആവശ്യമായ സമ്മർദ്ദം സർക്കാർ ചെലുത്തി. സർക്കാർ അതിനുവേണ്ടി മദ്രാസ് IIT കൊണ്ട് ഇവിടെ ഒരു പഠനം നടത്തി. അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് മോശമല്ല എന്നാണ്. എന്നാൽ പോലും ആ റിപ്പോർട്ട് മറച്ചു വെച്ചു. എന്താണെന്ന് വെച്ചാൽ മോശമാകാൻ സാധ്യതയില്ല. ഏരിയൽ ഡിസ്റ്റൻസിൽ 2 കിലോമീറ്ററിനപ്പുറത്ത് ചമ്പക്കുളത്ത് ഒരു മോഡേൺ റൈസ് മില്ലുണ്ട്. ഇന്നും അത് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സ്വകാര്യ മേഖലയിലാണ് വളരെ വലിയ രീതിയിൽ ഇന്ന് സർക്കാരിന് നെല്ലെടുക്കുന്ന ഒരു മോഡേൺ റൈസ് മില്ലാണ്. അപ്പോൾ ഇതിന് ഒരു കംപ്ലൈൻറ്റും പറയേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഈ മില്ലുകാരുടെ സമ്മർദ്ദവും നെല്ല് സംഭരണത്തിൽ കാലതാമസം ഉണ്ടാകുമ്പോഴെല്ലാം ഈ റൈസ് മില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഏറ്റവും ഒടുവിലായിട്ടുള്ളതാണ് ചെങ്ങന്നൂർ റൈസ് പാർക്ക്.
5.18 ഏക്കർ വസ്തുവാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 66 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പോലുമില്ല. അവിടെ റൈസ് പാർക്ക് എന്നാണ് പറഞ്ഞത്. അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അടക്കം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമാണ് അവിടെ പ്ലാൻ ചെയ്തത്. അതുപോലും അട്ടിമറിക്കത്തക്ക രീതിയിൽ ഇദ്ദേഹം സൂചിപ്പിച്ചത് പോലെ ഇതിൻ്റെ പിന്നിലൊരു കോക്കസ് ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് ആർജവമുണ്ടായിരുന്നുവെങ്കിൽ 24,000 ടൺ നെല്ല് സംഭരിക്കാനുള്ള ശേഷിയാണ് ചെങ്ങന്നൂരിലെ റൈസ് പാർക്കിന് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആകെപ്പാടെ കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദിപ്പിച്ചത് 5,80,000 ടണ്ണാണ്. 2 വർഷം കൂടിയിരിക്കുമ്പോഴെങ്കിലും ഒരു റൈസ് മില്ല് സ്ഥാപിച്ചാൽ ഞങ്ങളുടെ ഈ പ്രതിസന്ധിക്ക് അയവ് വന്നേനെ. ഈ സ്വകാര്യ മില്ലുകാരുടെ സമ്മർദ്ദത്തിനും അയവ് വന്നേനെ. ഞങ്ങൾക്ക് മാന്യമായിട്ട് ഞങ്ങളുടെ നെല്ല് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉടലെടുത്തേനെ. പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് ഈ റൈസ് മില്ലിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റിന് വേണ്ടി പണിത കെട്ടിടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഇതിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇതിനകത്തൊരു കാട് പോലെ എന്ന് പറയാം. അതെ, ഇപ്പോൾ കാട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പിന്നെ ദീർഘകാലമായിട്ടുള്ള ഒരു കാലവിളംബം ഇതിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ ഈ മിഷനറികളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെങ്കിൽ അതിനുശേഷം ഇതെല്ലാം പോയതിനു ശേഷം പിന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. 2018 വരെ മില്ല് പ്രവർത്തിച്ചിട്ടില്ല. ഇതിൻ്റെ ഈ പറയുന്ന യൂണിറ്റ് പിന്നെ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഒന്നും നടന്നിട്ടില്ല. അതായത് 6 കോടിയുടെയാണോ? എത്ര എമൗണ്ട് ആയിരുന്നു അന്നത്തെ പ്രോജക്റ്റിൽ വെച്ചിരുന്നത്? 6 കോടിയിൽ 2 കോടി അനുവദിച്ചിട്ടുണ്ടായി. അതിനാണ് ഈ പണികൾ നടത്തി കുറച്ച് മെഷീനറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എത്ര കാലം ഇതിന്റെ ഒരു നിർമ്മാണം നടന്നു? ഏതാണ്ട് ഒരു 1.5-2 വർഷം എഴഞ്ഞാണ് നീങ്ങിയത്. ആ സമയത്താണ് നടന്നിട്ടുള്ളത്. ശരിക്കും കർഷകർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാകുന്ന ഒരു അതുപോലെ സംശയമുണ്ടോ കർഷകർ? ഞങ്ങൾ ഇതിന്റെ കൂടുതൽ ഗോഡൌൺ സ്പേസും ഒക്കെ ഉണ്ട്. എല്ലാ സംവിധാനത്തോടും കൂട്ടിയിട്ടാണ് ഇവിടെ. അതുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോട് കൂട്ടിയിട്ടാണ് ഇതിങ്ങനെ ഇവിടെ പ്ലാൻ ചെയ്തത്. എൻ്റെ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് അതങ്ങനെ ഈ യൂണിറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ഒരു കാര്യം ചെയ്തു. പക്ഷേ ഇവിടെ നടത്തിയാൽ വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ നെല്ല് മുഴുവനും ഇവിടെ സംഭരിക്കാനും അത് അരിയാക്കി വിപണിയിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അത് പറഞ്ഞ് വേറൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് 2 സൗകര്യമാണ്. വണ്ടിക്കും വരാം, കുട്ടനാടൻ മേഖലയിൽ നിന്ന് വള്ളത്തിൽ ഇവിടെ സാധനം എത്തിക്കുന്നതിന് ഈ നെല്ല് ഇവിടെ കൊണ്ടുവന്ന് സംഭരിക്കാനായിട്ടുള്ള വലിയൊരു സൗകര്യം ഇവിടെ ഉണ്ട്. മറ്റുള്ള പ്രദേശത്തെ പോലെയല്ല, വണ്ടിക്കായിരിക്കും ഒരുപക്ഷെ എല്ലാ മില്ലുകളിലെയും ചരക്ക് എത്തുന്നത്. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് ഈ പറയുന്ന ജലമാർഗവും കരമാർഗവും ഇവിടെ എത്തിക്കാൻ കഴിയും. ഞങ്ങളെപ്പോലുള്ള സാധാരണ കർഷകർക്ക് ഞങ്ങളുടെയൊക്കെ വള്ളത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് വളരെ ഒരു സഹായകരമായി. ഇപ്പോൾ ഈ പറയുന്ന ഇന്ന് 10-12 ദിവസമായ നെല്ലുകൾ കിടക്കുമ്പം ഈ മില്ലുണ്ടായിരുന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സർക്കാർ കാണുന്നില്ലെന്നുള്ളതാണ് വളരെ ഖേദകരം. ഇതിന് പരസ്യം കാണാം, ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന്. ഇങ്ങനൊരു സൗകര്യം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് കർഷകർ ഈ പാടവരമ്പത്തും അവിടെ ഇവിടെയൊക്കെ ഈ നെല്ലിടേണ്ടി വരുന്നത്. അതും ഒരു കഷ്ടമാണ്. അതെ അതെ, പണ്ട് കാലത്ത് ധാരാളം കർഷകർ അവരുടെ നെല്ല് ഇവിടെ കൊണ്ട് സൂക്ഷിക്കുമായിരുന്നു. അനുവദിക്കുന്നില്ല. ഇന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. അവരുടെ റേഷൻ അരി ഇവിടെയാണ് സംഭരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം കർഷകർക്ക് ഇതിനകത്ത് അനുവാദമില്ല. മുമ്പ് കർഷകർ ഇവിടെ സംഭരിച്ചിരുന്നു. അതിൽ തന്നെ തേക്കിന്റെ അറകളൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അല്ലെ? തടിയറകളുണ്ട്. 12ഓളം തേക്കിന്റെ അറകൾ ഇതിനകത്തുണ്ട്. വലിയ അറകൾ. അത് വിത്ത് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. തടിയിൽ സൂക്ഷിക്കുന്ന അല്ലേ? തടിയിൽ സൂക്ഷിക്കുന്നത്. അതൊക്കെ ഇപ്പൊ കൂട്ടിയിട്ടിരിക്കുക, ഉപയോഗിക്കുന്നില്ല. ആരും ഇവിടെ വിത്ത് സംഭരിക്കുന്നില്ല. അതാണ്, ഉള്ള ഫെസിലിറ്റീസ് പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഗോഡൌൺ സൗകര്യം ലഭ്യമാണെന്ന് പറഞ്ഞ് കോൺടാക്ട് നമ്പർ ഒക്കെ ഇവിടെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ കിടക്കുമ്പോഴും നമുക്കറിയാം കർഷകർ പാടവരമ്പത്തും വീടിന്റെ മുറ്റത്തും നനഞ്ഞ വെള്ളമുള്ള ഈർപ്പമുള്ള പാടത്തുമൊക്കെയാണ് ഇപ്പോഴും നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും സംഭരണത്തിന്റെ കാര്യങ്ങൾ തീരുമാനമാകുമെന്ന് പറയുമ്പോഴും വളരെ കുറച്ച് മില്ലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സുശീല ഗോപാലൻ അമ്പലപ്പുഴ MLA-യും സംസ്ഥാനത്തെ വ്യവസായ മന്ത്രിയുമായിരുന്ന കാലത്താണ് ഇത്തരത്തിലൊരു റൈസ് മില്ല് തകഴിയിൽ കർഷകർക്കായി കൊണ്ടുവരുന്നത്. എന്നാൽ മാറി മാറി വന്ന സർക്കാരുകൾ പിന്നെ അതിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല. 2018 പ്രളയം ചൂണ്ടിക്കാട്ടി ഇവിടെയുള്ള മറ്റു ഉപകരണങ്ങൾ കൂടി കടത്തിക്കൊണ്ടുപോയി. ഒടുവിൽ സ്വകാര്യ മില്ലുകൾക്ക് കീഴടങ്ങുന്ന രീതിയിൽ ഇതൊരു അസ്ഥിപഞ്ജരമായി ഇപ്പോഴും നിലകൊള്ളുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരിന് കാരണമെന്ത്?
ആ അന്വേഷണത്തിലാണ് ന്യൂസ് 18 ഉള്ളത്. ആ പരമ്പരയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.